അനാറ്റമിക്കൽ ലാൻഡ്മാർക്സ് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു ഏരിയയാണ്. ബൗച്ച് ഡിവൈഡഡ് ബേസൽ സീറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സോൺസ് അക്കോർഡിംഗ് ടു കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് മാസ്റ്റിക്കേറ്റ് ലോഡ്സ് വിതൗട്ട് അണ്ടർഗോയിങ് റിസോർപ്ഷൻ. മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്: പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ, സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ ആൻഡ് റിലീവ് ഏരിയാസ്. അനാറ്റമിക്കൽ ലാൻഡ്മാർക്സ് ഓഫ് മാക്സില നമുക്ക് നോക്കാം. അതിലുള്ളത് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, ലിമിറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, റിലീവ് ഏരിയാസ് ഉണ്ട്, സ്ട്രെസ് ബെയറിംഗ് ഏരിയാസ് ഉണ്ട്. സ്ട്രെസ് ബെയറിംഗ് ഏരിയാസിൽ തന്നെ പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ ഉണ്ട്, സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ ഉണ്ട്. ലിമിറ്റിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോൾ ലേബിയൽ ഫ്രീനം, ലേബിയൽ വെസ്റ്റിബ്യൂൾ, ബക്കൽ ഫ്രീനം, ബക്കൽ വെസ്റ്റിബ്യൂൾ, ഹാമുലാർ നോച്ച്, ഫോവിയ പാലറ്റൈൻ ആൻഡ് പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ. സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ മാക്സിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിനെ തന്നെയാണ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയും സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിലെന്തുകൊണ്ടാണ് അതിനെ സപ്പോർട്ടിംഗ് ഏരിയാസ് ആയിട്ട് ചൂസ് ചെയ്യാൻ കാര്യം എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ those areas of the maxillary and mandibular edentulous ridges that are considered best suited to carry the forces of mastication when the dentures are in function. ഇനി അതിൽ പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹാർഡ് പാലറ്റും പോസ്റ്റീരിയർ ലാറ്ററൽ സ്റ്റോപ്സ് ഓഫ് റെസിഡുവൽ റിഡ്ജും ആണുള്ളത്. സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയിൽ റൂഗയും മാക്സിലറി ട്യൂബറോസിറ്റിയും. അപ്പോൾ ഈ നാല് തന്നെയാണ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഇൻ മാക്സിലയായിട്ടും വരുന്നത്. ഇനി സ്ട്രെസ് ബെയറിംഗ് ഏരിയ എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ദ സർഫസസ് ഓഫ് ദ ഓറൽ സ്ട്രക്ചേഴ്സ് ദാറ്റ് റെസിസ്റ്റ് ഫോഴ്സസ്, സ്ട്രെയിൻസ് ഓർ പ്രഷേഴ്സ് ബോട്ട് ഓൺ ദം ഡ്യൂറിങ് ഫങ്ഷൻ. ഇനി പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ, സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയ അതിൽ നിന്ന് എങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കർ മ്യൂക്കോസ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അണ്ടർലൈങ് ബോൺ കുറച്ച് ലെസ്സായിട്ടായിരിക്കും റിസോർപ്ഷന് പോവുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടർലൈങ് ബോൺ കോർട്ടിക്കൽ ബോണായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയിൽ എന്ന് പറയുമ്പോൾ അതിൽ ബോൺ ക്യാൻസലസ് ബോണായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി റിലീവ് ഏരിയാസ് ഇൻ മാക്സിൽ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിസീവ് പാപ്പില, കസ്പിഡ് എമിനൻസ്, മിഡ് പാലറ്റൈൻ റാഫെ ആൻഡ് ഫോവിയ പാലറ്റൈൻ. ഇതൊക്കെയാണ് റിലീവ് ചെയ്യേണ്ട സ്ട്രക്ചേഴ്സ്. എന്തിനാണ് ഈ സ്ട്രക്ചേഴ്സിനെ റിലീവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റെഡ്യൂസ് ഓർ eliminate some undesirable pressure or force from a specific region under a denture. ലിമിറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ ആദ്യം ലേബിയൽ ഫ്രീനമാണ്. ലേബിയൽ ഫ്രീനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫോൾഡ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ അറ്റ് ദ മീഡിയൻ ലൈൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മസിൽസ് ഒന്നും അറ്റാച്ച് ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഇംപ്രഷൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു വി ഷേപ്ഡ് നോച്ചായിട്ടായിരിക്കും കാണുക. നമ്മൾ കൂടുതലായിട്ട് ആ ഒരു ഏരിയ റിലീവ് ചെയ്തുകൊണ്ട് ഡെഞ്ചർ കൊടുക്കുകയാണെങ്കിൽ ഡെഞ്ചറിൻ്റെ സ്റ്റെബിലിറ്റി അത് ബാധിക്കും. അപ്പോൾ ഒരു ലൂസ് ഡെഞ്ചറായി മാറും അത്. ലേബിയൽ വെസ്റ്റിബ്യൂൾ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം വൺ ബക്കൽ ഫ്രീനം ടു ദ അതർ ഓൺ ദ ലേബിയൽ സൈഡ്. ഇതിൽ മേജർ മസിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർബിക്കുലാരിസ് ഓറസ് ആണ് ഉള്ളത്. ഇറ്റ് ഹാസ് എ തിൻ മ്യൂക്കോസ ആൻഡ് തിക്ക് സബ് മ്യൂക്കോസ വിത്ത് ലാർജ് എമൗണ്ട് ഓഫ് ലൂസ് എറിയോളാർ ടിഷ്യൂ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലേബിയൽ ഫ്ലാഞ്ച് ഓഫ് ദ ഡെഞ്ചർ വിൽ ബി ഇൻ കംപ്ലീറ്റ് കോൺടാക്ട് വിത്ത് ലേബിയൽ വെസ്റ്റിബ്യൂൾ ടു പ്രൊവൈഡ് എ പെരിഫറൽ സീൽ ഇൻ ദ ഡെഞ്ചർ. ബക്കൽ ഫ്രീനം. ബക്കൽ ഫ്രീനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബാൻഡ് ഓഫ് ഫൈബ്രസ് ടിഷ്യൂ ഓവർലൈങ് ദ ലിവേറ്റർ ആംഗുലേ ഓറസ് ദാറ്റ് ഡിവൈഡ്സ് ലേബിയൽ വെസ്റ്റിബ്യൂൾ ഫ്രം ബക്കൽ വെസ്റ്റിബ്യൂൾ. ഇറ്റ് മേ ബി സിംഗിൾ ഫോൾഡഡ് ഓർ ഡബിൾ ഫോൾഡഡ്. എന്ന് വെച്ചാൽ ചില സമയത്ത് അത് ബ്രോഡായിട്ടും ഫാൻ ഷേപ്ഡ് ആയിട്ടുമായിരിക്കും ബക്കൽ ഫ്രീനം കാണുക. ദ ഓർബിക്കുലാരിസ് ഓറസ് പുൾസ് ഫ്രീനം ഫോർവേഡ് ആൻഡ് ദ ബക്സിനേറ്റർ പുൾസ് ഇറ്റ് ബാക്ക്വേർഡ്സ്. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ സിൻസ് ഇറ്റ് ഹാസ് മസിൽ അറ്റാച്ച്മെൻറ്റ്സ് അഡിക്വേറ്റ് റിലീഫ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു പ്രിവെൻറ്റ് ദ ഡിസ്ലോഡ്ജ്മെൻറ്റ് ഓഫ് ദ ഡെഞ്ചർ. It requires more clearance for its action than labial frenum because it moves mesially, buccally and vertically by orbicularis oris, buccinator and levator angulae oris respectively. Buccal vestibule. Buccal vestibule extends from the buccal frenum to the hamular notch, bounded externally by cheeks and internally by residual alveolar ridge. The size of the vestibule varies with the contraction of the buccinator, position of mandible, amount of bone loss in maxilla, the ramus and the coronoid process of the mandible.
ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ the patient's mouth must be half open during impression taking because opening of the mouth during final impression causes the coronoid process to move anteriorly, narrowing the buccal vestibule. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ compared to labial flange, buccal flange has less interference and so provides maximum retention. Hamula node forms the distal limit of the buccal vestibule located between the tuberosity and the hamulus of the medial pterygoid plate. Pterygomandibular raphe is attached to the hamula notch. It has thick submucosa made up of loose areolar tissues. Distolateral border of the denture base rests in the hamula notch. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓവർ എക്സ്റ്റെൻഡ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് ഹാമുലാർ നോച്ചും കഴിഞ്ഞും ഡെഞ്ചർ ബേസ് ഉണ്ട് എങ്കിൽ ടെർഗോമാൻഡിബുലർ റാഫെ എന്താ വെച്ചാൽ ഫോർവേഡായിട്ട് പുള്ളിയും അങ്ങനെ പേഷ്യൻസിൻ്റെ മൗത്തിൽ നിന്ന് ഡെഞ്ചർ ഡിസ്ലോഡ്ജ് ആവാൻ സാധ്യതയുണ്ട്. പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ ഓൾസോ നോൺ ആസ് പോസ്റ്റ് ഡാം, soft tissues at or along the junction of hard and soft palate on which pressure within the physiological limits of the tissues can be applied by denture to aid in the retention of denture. The posterior palatal seal area is very important in maxillary complete denture fabrication and must be identified and evaluated. For that we can use T-burnisher. This region contains granular tissue. Anatomic considerations നോക്കുകയാണെങ്കിൽ posterior palatal seal extends through the pterygomaxillary notch, അതുപോലെ extends medially from one tuberosity to the other, and posterior palatal seal lies between the anterior and posterior vibrating line. ഇനി അതിൻ്റെ എക്സ്റ്റൻഷൻസ് നോക്കുകയാണെങ്കിൽ anterior vibrating line, posterior vibrating line, laterally 3 mm anterior lateral to hamula notch. അനാറ്റമിക് കൺസിഡറേഷൻസിൽ പറഞ്ഞാൽ ടെർഗോമാക്സിലറി നോച്ചിൻ്റെ അവിടെ ഒരു ടെർഗോമാക്സിലറി സീൽ കൂടെ വരും. പോസ്റ്റീരിയർ പാലറ്റ് ഏരിയ വേണമെങ്കിൽ നമുക്ക് രണ്ട് പാർട്സായിട്ട് പറയാം, ടെർഗോമാക്സിലറി സീലും പോസ്റ്റ് പാലറ്റൽ സീലും. അപ്പോൾ അതിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർഗോമാക്സിലറി സീൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ദാറ്റ് എക്സ്റ്റെൻസ് അക്രോസ് ദ ഹാമുലാർ നോച്ച് ആൻഡ് extends 3 to 4 mm anterolaterally to end in the mucogingival junction on the posterior part of the maxillary ridge. അതുപോലെ പോസ്റ്റ് പാലറ്റൽ സീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ ദാറ്റ് എക്സ്റ്റെൻസ് ബിറ്റ്വീൻ ടു മാക്സിലറി ട്യൂബറോസിറ്റീസ്. വൈബ്രേറ്റിംഗ് ലൈൻ അക്കോർഡിംഗ് ടു GPT, vibrating line is defined as the imaginary line across the posterior part of the palate marking the division between the movable and immovable tissues of the soft palate, which can be identified when the movable tissue is moving. Denture should extend 1 to 2 mm posterior to the vibrating lines. Two types of vibrating lines are there, anterior vibrating line and posterior vibrating line. Anterior vibrating line, it is an imaginary line lying at the junction between the immovable tissue over the hard palate and the slightly movable tissue of the soft palate. It is cupid bow shaped. ഇത് ഇംപ്രഷൻസിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാൽസെൽവ മാനുവർ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റീരിയർ വൈബ്രേറ്റിംഗ് ലൈൻ, ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലൈൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ദ അപ്പോന്യൂറോസിസ് ഓഫ് ദ ടെൻസർ വേലെ പലാറ്റിനി മസിൽ ആൻഡ് ദ മസ്കുലേച്ചർ ഓഫ് ദ സോഫ്റ്റ് പാലറ്റ്. ദിസ് ലൈൻ ഇസ് യൂഷ്വലി സ്ട്രെയിറ്റ്. Fovea palatinae, these are the depressions or indentations situated on the soft palate on the either side of the midline. It is formed by coalescence of the duct of several mucous glands. The position of the fovea palatine also influences the posterior border of the denture. The secretions of the fovea spreads as a thin film on the denture, therefore aiding in retention. Clinical significance എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പേഷ്യൻസിൽ തിക്ക് റോപ്പി സലൈവയായിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ ഫോവിയ പാലറ്റിന് നമ്മൾ അൺകവർ ചെയ്താണ് ഡെഞ്ചർ ഫാബ്രിക്കേറ്റ് ചെയ്യുക. അല്ല എങ്കിൽ ഈ ടിഷ്യൂവും ഡെഞ്ചറുമായിട്ട് കോണ്ടാക്റ്റ് ഇരിക്കുന്നിടത്ത് ഈ തിക്ക് റോപ്പി സലൈവ വരികയും അവിടുത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കൂടുകയും ചെയ്യും. അതുവഴി ഡെഞ്ചർ ഡിസ്പ്ലേസ് ആവും. സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് മാക്സില, മുന്നേ പറഞ്ഞതുപോലെ പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയുണ്ട്, സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയുണ്ട്. അതിൽ പ്രൈമറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയിൽ ഹാർഡ് പാലറ്റും പോസ്റ്ററോ ലാറ്ററൽ സ്ലോപ്സ് ഓഫ് റെസിഡുവൽ റിഡ്ജുമാണ് ഉള്ളത്.
സെക്കൻഡറി സ്ട്രെസ് ബെയറിംഗ് ഏരിയയിൽ റൂഗെ, മാക്സിലറി ട്യൂബറോസിറ്റി, ആൽവിയോളാർ ട്യൂബർക്കിൾ. ആദ്യം ഹാർഡ് പാലറ്റ് നോക്കാം. ഇറ്റ് ഈസ് ഫോംഡ് ബൈ പാലറ്റൈൻ ഷെൽസ് ഓഫ് ദ മാക്സിലറി ബോൺ ആൻഡ് ദ പ്രീമാക്സില, lined by keratinized epithelium. Horizontal portion of the hard palate lateral to midline act as a primary stress bearing area. Clinical significance നോക്കുകയാണെങ്കിൽ the trabecular pattern in the bone is perpendicular to the direction of force, making it capable of withstanding any amount of force without marked resorption. Posterior lateral slopes of residual alveolar ridge. According to GPT-8, the portion of the alveolar ridge and its soft tissue covering which remains following removal of the teeth. It is lined by thick stratified squamous epithelium. Even though the submucosa is thin, it sufficiently provides adequate resiliency to support the denture. It resorbs rapidly following extractions and continues throughout life at a reduced rate. Clinical significance. The vertical forces during physiological activities like mastication falls on the denture and is transmitted posteriorly. The posterior lateral slopes of the ridge bears the force and hence is the primary supporting structure. Rugae. These are the mucosal folds located in the anterior region of the palatal mucosa. In the area of rugae, the palate is set at an angle to the residual alveolar ridge and is thinly covered by soft tissue which contributes to the secondary stress bearing area. Rugaes are irregularly shaped rolls of soft tissues. Clinical significance. It is associated with the sensation of taste and the function of speech. They also enable the tongue to form a perfect seal when it is pressed against the palate in making lingopalatal constant stops of speech. Rugae should not be displaced, otherwise the rebounding may dislodge the denture. They provide anterior-posterior resistance to movement of the denture and increase the surface area, helps in retention. Maxillary tuberosity. It is the bulbous extension of the residual alveolar ridge in the second and third molar region, terminating in the hamula notch. Clinical significance. The area is less likely to resorb. Artificial teeth are not set on the tuberosity region. The tuberosities sometimes exhibit buccal undercuts. If it is unilateral, it can be utilized for the retention. Relief areas. ഏതൊക്കെയാണ് റിലീവ് ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസിസീവ് പാപ്പില, മിഡ് പാലറ്റൈൻ റാഫെ, ഫോവിയ പാലറ്റൈനി, പാലറ്റൈൻ ടോറസ് ആൻഡ് റൂഗെ. ആദ്യം മിഡ് പാലറ്റൈൻ റാഫ് നോക്കാം. ദിസ് ഇസ് ദ median suture area covered by a thin submucosa. So the mucosa layer is in close contact with the underlying bone. For this region, though soft tissue covering the median palatal tissue is non-resilient in nature and may need to be relieved. Clinical significance. If pressure is applied during impression making, the denture base will cause soreness over the midpalatine raphe area. Incisive papilla. It is the midline suture situated behind the central incisors. Incisive foramen lies immediately beneath the papilla. As resorption progresses, it comes to lie nearer to the crest of the ridge. The nasopalatine nerves and vessels passes through it. Clinical significance. While making fine limb pressure should not be applied on this region. Palatine torus. A developmental bony prominence sometimes seen in the center of the palate. The structure is often covered by relatively incompressible mucoperiosteum. Clinical significance. If it is small, the denture is relieved. A mucosally supported denture may need to be relieved over the torus to prevent the denture rocking and flexing about the midline. Anatomic landmarks in mandible. മാക്സില പോലെ തന്നെ മാൻഡിബിളിലും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ലിമിറ്റിംഗ് സ്ട്രക്ചേഴ്സ്, സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്, റിലീവ് ഏരിയാസ്. ലിമിറ്റിംഗ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലേബിയൽ ഫ്രീനം, ലേബിയൽ വെസ്റ്റിബ്യൂൾ, ലിംഗ്വൽ ഫ്രീനം, ബക്കൽ വെസ്റ്റിബ്യൂൾ, ആൽവിയോളോ ലിംഗ്വൽ സൾക്കസ്, റെട്രോമോളാർ പാഡ്, ടെർഗോമാൻഡിബുലാർ റാഫെ. അടുത്ത് മാൻഡിബിളിലെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ബക്കൽ ഷെൽഫ് ഏരിയ ആൻഡ് റെസിഡൽ ആൽവിയോളാർ റിഡ്ജ്. റിലീവ് ഏരിയാസ് mylohyoid ridge, mental foramen, genial tubercles and
ടോറസ് മാൻഡിബുലാരിസ്. ലിമിറ്റിംഗ് സ്ട്രക്ചേഴ്സിൽ ആദ്യത്തേത് ലേബിയൽ ഫ്രീനമാണ്. ഇറ്റ് ഈസ് എ ഫോൾഡ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻ അറ്റ് ദ മീഡിയൻ ലൈൻ. It divides the labial vestibule into left and right labial vestibule. It consists of band of fibrous connective tissue and help to attach orbicularis oris muscle. It is shorter and wider than maxillary labial frenum. Clinical significance. During final impression, making sufficient relief must be given without compromising the peripheral seal. The frenum is quite sensitive and active, and the denture must be fitted carefully around it to maintain a seal without causing soreness. Labial vestibule. It runs from the buccal frenum to buccal frenum. It is divided into left and right by labial frenum. Fibers of orbicularis oris, incisivus and mentalis are inserted near the crest of the ridge. Mentalis muscle is an active muscle. Clinical significance. Extent of the denture flange in this region is often limited because of muscle that are inserted close to the crest of the ridge. Thick denture flanges may cause dislodgement of dentures when patient opens the mouth wide. Buccal frenum. The buccal frenum forms the dividing line between the labial and buccal vestibule. May be single or double, broad U-shaped or sharp V-shaped. It overlies depressor anguli oris muscle. Fibers of buccinator muscle attached to the frenum. Clinical significance. Relief of buccal frenum is given in denture to avoid displacement of the denture. Buccal vestibule extends from buccal frenum to retromolar pad. It is nearly at right angles to biting forces. Extent of buccal vestibule is influenced by buccinator muscle, which extends from modiolus anteriorly to pterygomandibular raphe. The masseter muscle contracts under heavy closing forces and pushes inwards against the buccinator muscle to produce a masseteric notch in the distobuccal border of the denture. Clinical significance. The distobuccal border of the lower denture should accommodate the contracting masseter muscle so that the denture does not dislodge during heavy closing forces. Lingual frenum. It is a fold of mucous membrane existing when the tip of the tongue is elevated. It overlies the genioglossus muscle, which takes origin from the superior genial tubercle. The anterior region of the lingual flange is called sublingual crescent area. Clinical significance. The relief for the lingual frenum should be registered during function. A short frenum is called tongue tie. It should be corrected if it affects the stability of the denture. Alveolo-lingual sulcus. It is the space between residual ridge and tongue. Extends from lingual frenum to rectomylohyoid curtain. It has three regions: anterior, middle and posterior. The anterior region extends from the lingual frenum back to where mylohyoid muscle curves above the level of the sulcus. The middle region extends from premylohyoid fossa to the distal end of the mylohyoid ridge, curving medially from the body of mandible. The curvature is caused by the prominence of mylohyoid ridge and the action of mylohyoid muscle. The posterior region, here the flange passes into the rectomylohyoid fossa and completes the typical S form of the correctly shaped lingual flange. Clinical significance. The lingual flange of the lower denture will be short anteriorly than posteriorly. The lingual flange in the middle region slopes medially towards the tongue. Alveolo-lingual sulcus. The retromylohyoid space lies at distal end of the alveolo-lingual sulcus. It is bounded by anterior tonsillar pillar, posteriorly by the retromylohyoid curtain. Alveolo-lingual sulcus, retromylohyoid curtain, formed posteriorly by the superior constrictor muscle, laterally by the mandible and pterygomandibular raphe, anteriorly by lingual tuberosity and inferiorly by the mylohyoid muscle. Retromolar pad. It is a non-keratinized triangular pear-shaped pad of tissue at the distal end of the lower ridge. Submucosa contains
granular tissue, fibers of buccinator and superior constructor muscle, pterygomandibular raphe, and terminal part of the tendon of the temporalis. The retromolar papilla is a pear-shaped area just anterior to the retromolar pad. It is a dense fibrous connective tissue. Clinical significance. The distal end of the denture should cover 2/3 of the retromolar pad. The retromolar pad provides the peripheral posterior seal for the lower denture. Pterygomandibular raphe. Raphe is a tendinous insertion of two muscles. Arises from the hamular process of medial pterygoid and gets attached to the mylohyoid ridge. Muscle attachments present here are posterior laterally superior constructor and anterior laterally buccinator. Clinical significance. Since it is very prominent in some patients, a notch-like relief must be provided on the denture. Supporting structures of mandible. Supporting structures എന്ന് പറയുമ്പോൾ ഇതാണ് സ്ട്രെസ് ബെയറിംഗ് ഏരിയ ആയിട്ട് വരുന്നത്. ബക്കൽ ഷെൽഫ് ഏരിയ ആൻഡ് റെസിഡുവൽ ആൽവിയോളാർ റിഡ്ജും ഉണ്ട്. ബക്കൽ ഷെൽഫ് ഏരിയ. It is the area between buccal frenum and anterior border of masseter muscle. Boundaries. Medially, the crest of the ridge, distally the retromolar pad, laterally the external oblique ridge. The mucous membrane covering the buccal shelf area is loosely attached, less keratinized and contains a thick mucosa overlying a cortical plate. Clinical significance. It lies at right angle to the vertical occlusal force. This makes it suitable as primary stress bearing area for lower denture. Residual alveolar ridge. The edentulous mandible may become flat due to resorption, which results into outward inclination and progressively widening of mandible. Similarly, maxilla resorbs upwards and inward, making it smaller. It is the reason for edentulous patients to have prognathic appearance. The slopes of residual alveolar ridge have thin plate of cortical bone. The slopes of the ridge are at an acute angle to occlusal forces. Hence, it is considered as a secondary stress-bearing area. Since crest of the ridge has cancellous bone, it is not favorable as primary stress-bearing area. Clinical significance. Any movable soft tissue overlying the ridge should not be compressed while making impression. Relief area. മാൻഡിബിളിലെ റിലീവ് ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഫൊറാമൻ, ജീനിയർ ട്യൂബക്കിൾ, മൈലോഹൈഡ് റിഡ്ജ് ആൻഡ് മാൻഡിബുലാർ ടോറെ. മെൻ്റൽ ഫൊറാമൻ. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പ്രീമോളാർ റീജിയൻ. ഡ്യൂ ടു റിഡ്ജ് റിസോർപ്ഷൻ ഇറ്റ് മേ ലൈ ക്ലോസ് ടു ദ റിഡ്ജ്. Clinical significance. It should be relieved in these areas as pressure over the nerve passing through it can get compressed by denture base, leading to paresthesia of lower lip. Genial tubercle. The genial tubercle are a pair of dense prominences at the inferior border of the mandible at the lingual midline. They represent the muscle attachment of the genioglossus and geniohyoid muscle. Clinical significance. They only became relevant in the denture where there is excessive resorption of the residual ridge. Mylohyoid ridge. The mylohyoid ridge is a bony prominence along the lingual aspect of the mandible. Soft tissue usually hides the sharpness of the mylohyoid ridge. Anteriorly, this ridge with mylohyoid muscle is close to the inferior surface of the mandible. Posteriorly, after resorption, it often flushes with the residual ridge. Clinical significance. The mucosal membrane overlying the sharp or irregular mylohyoid ridge needs to be relieved because denture base might easily traumatize it. Mandibular torre. These are the abnormal bony prominence found bilaterally on the lingual side near the premolar region, but they may extend posteriorly to the molar area. It is covered by thin mucosa. Clinical significance. It has to be relieved or surgically removed according to its size and extent. Small torre may only require relief in the denture. Large torre requires removal before a denture can be fabricated. Impression trace. Important ആയിട്ടുള്ള സെക്ഷനാണ്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇംപ്രഷൻ ട്രേസ്? ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ക്യാരി, കൺഫൈൻ ആൻഡ് കൺട്രോൾ
ഇംപ്രഷൻ മെറ്റീരിയൽ വൈൽ മേക്കിംഗ് ആൻഡ് ഇംപ്രഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇംപ്രഷൻ ട്രേസ് മെയിനായിട്ട് 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അതിൽ ആദ്യത്തേത് ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ ആർ പ്രീ ഫാബ്രിക്കേറ്റഡ് ഓർ ഇൻഡിവിജ്വലൈസ്ഡ് എന്ന് തന്നെ. അതായത് പ്രീ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കിട്ടുന്നതും നമ്മൾ ഒരു കാസ്റ്റിൽ കസ്റ്റം മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റോക്ക് ട്രേസും ഉണ്ട്, കസ്റ്റം ട്രേസും ഉണ്ട്. സ്റ്റോക്ക് ട്രേസ് എന്ന് പറയുന്നത് പ്രീ ഫാബ്രിക്കേറ്റഡ് ആണ്. പ്രിലിമിനറി ഇംപ്രഷൻ എടുക്കാനാണ് അത് യൂസ് ചെയ്യുന്നത്. മെറ്റലിലും കിട്ടും, പ്ലാസ്റ്റിക്കിലും കിട്ടും. അതിൽ തന്നെ ഇംപ്രഷൻ മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന ഇംപ്രഷൻ മെറ്റീരിയൽ അനുസരിച്ച്, അതായത് ആൽജിനേറ്റ് ആണോ അതോ ഇംപ്രഷൻ കോമ്പൗണ്ട് ആണോ എന്നനുസരിച്ചിട്ട് സ്റ്റോക്ക് ട്രേസ് 2 തരത്തിലുണ്ട്. പെർഫറേറ്റഡും ഉണ്ട്, നോൺ പെർഫറേറ്റഡും ഉണ്ട്. ഇനി ട്രേ എന്ന് പറയുമ്പോൾ ഒരു 6 mm ലാർജർ ആയിരിക്കണം റെസിഡുവൽ റിഡ്ജിനേക്കാളും. ആൻഡ് ഇറ്റ് ഷുഡ് കവർ ദ ട്യൂബറോസിറ്റി ആൻഡ് ദ റിട്രോമോള പാഡ്സ്. അടുത്തത് കസ്റ്റം ട്രേ ആണ്. കസ്റ്റം ട്രേ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എൻ ഇൻഡിവിജ്വലൈസ്ഡ് ഇംപ്രഷൻ ട്രേ മെയ്ഡ് ഫ്രം എ കാസ്റ്റ് റിക്കവേർഡ് ഫ്രം എ പ്രിലിമിനറി ഇംപ്രഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മേക്കിംഗ് എ ഫൈനൽ ഇംപ്രഷൻ. പറഞ്ഞ ഇതിൽ നിന്ന് മനസ്സിലായി കാണും, നമ്മളൊരു ഫൈനൽ ഇംപ്രഷൻ എടുക്കാനാണ് കസ്റ്റം ട്രേ യൂസ് ചെയ്യുന്നത്. അതായത് ബോർഡർ മോൾഡിങ് കഴിഞ്ഞ് സെക്കൻഡറി ഇംപ്രഷൻ എടുക്കാൻ. അപ്പോൾ നമ്മളതിൽ ഫുൾ സ്പേസർ ആയിരിക്കും എപ്പോഴും യൂസ് ചെയ്യുക. അപ്പോൾ ആ കാസ്റ്റിൽ സ്പേസർ ഡിസൈൻ അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് സ്പേസർ അഡാപ്റ്റ് ചെയ്യുമ്പോൾ മാക്സിലയിലാണെങ്കിൽ പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ വാക്സ് സ്പേസർ വെച്ച് കവർ ചെയ്യില്ല. അതുപോലെ തന്നെ മാൻഡിബിളിലും ബക്കൽ ഷെൽഫ് ഏരിയ കവർ ചെയ്യാണ്ടാണ് സ്പേസർ അഡാപ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ സ്പേസറിന് കൊടുക്കുന്ന മിനിമം തിക്നെസ് 2 mm ആണ്. അതുപോലെ തന്നെ ട്രേയുടെ മിനിമം തിക്നെസ് എന്ന് പറയുമ്പോൾ 2 to 3 mm ആണ് ട്രേയുടെ മിനിമം തിക്നെസ് വേണ്ടത്. കസ്റ്റം ട്രേ നമുക്ക് വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കസ്റ്റം ട്രേ വിത്ത് സ്പേസർ ഉണ്ട്, കസ്റ്റം ട്രേ വിത്ത് റിലീവ് ഉണ്ട്, കസ്റ്റം ട്രേ വിത്ത് വിൻഡോയും ഉണ്ട്. കസ്റ്റം ട്രേ വിത്ത് സ്പേസർ എന്ന് പറയുമ്പോൾ അത് ഐഡിയൽ റിഡ്ജസ് ഉള്ള കേസസിനാണ് സെലക്ട് ചെയ്യുക. ബോർഡർ മോൾഡിങ് കഴിഞ്ഞ് ചെയ്യാനുള്ള സ്പേസറിന് പറയുമ്പോൾ അതിന് 2 mm തിക്നെസ് കൊടുത്തുള്ള സ്പേസറാണ്. അതുപോലെ തന്നെ ഫുൾ കവറേജ് സ്പേസർ ആയിരിക്കും. അതായത് മാക്സിലയിൽ പോസ്റ്റീരിയർ പാലറ്റൽ സീൽ ഏരിയ കവർ ചെയ്യാണ്ട്, അതുപോലെ മാൻഡിബിളിൽ ബക്കൽ ഷെൽഫ് ഏരിയ കവർ ചെയ്യാണ്ടുള്ള സ്പേസറാണ് കൊടുക്കുക. അതുപോലെ തന്നെ ആ കസ്റ്റം ട്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 mm ഷോർട്ടായിരിക്കണം വെസ്റ്റിബ്യൂളിൽ നിന്ന്. എപ്പോഴും സ്പേസറിലൊക്കെ സ്റ്റോപ്പേഴ്സ് കൊടുക്കും. സ്റ്റോപ്പേഴ്സും 2 mm ഡയമെൻഷനിലായിരിക്കും സ്റ്റോപ്പേഴ്സും കൊടുക്കുക. അടുത്തത് കസ്റ്റം ട്രേ വിത്ത് റിലീഫ്. അതിന് മറ്റൊരു ടേം യൂസ് ചെയ്യുന്നതാണ് ക്ലോസ് ഫിറ്റിംഗ് ട്രേ. ഇത് ഏതൊക്കെ കണ്ടീഷനിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻസിസീവ് പാപ്പില ക്രസ്റ്റ് ഓഫ് ദ റിഡ്ജിലേക്ക് വന്നിരിക്കുകയാണെങ്കിൽ, അതായത് റിസോപ്ഷൻ കാരണം ഇൻസിസീവ് പാപ്പില മൂവായി ക്രസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, അല്ല മിഡ് പാലറ്റൈൻ സൂച്ചർ ടെൻഡറാണ് എന്നുള്ള കേസുകളിൽ, അല്ലെങ്കിൽ ഷാർപ്പ് സ്പൈനി ആയിട്ടുള്ള റിഡ്ജ് ഉണ്ടെങ്കിൽ, മാൻഡിബിളിലും അതെ ഇപ്പോൾ നൈഫ് എഡ്ജ് പോലത്തെ റിഡ്ജൊക്കെയാണ് ഉണ്ടെങ്കിലാണ് നമ്മൾ കസ്റ്റം ട്രേ വിത്ത് റിലീവ് ഉപയോഗിക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്പേസർ നമ്മൾ വെക്കില്ല, പകരം ഈ റിലീവ് ചെയ്യേണ്ട ഭാഗങ്ങൾ റിലീവ് ചെയ്തിട്ട് ഒരു സിലക്റ്റീവ് പ്രഷർ ടെക്നിക്കിലായിരിക്കും ഇംപ്രഷൻ പോവുക. അതായത് സ്ട്രെസ് ബെയറിങ് ഏരിയാസിൽ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ആയിരിക്കും ഇംപ്രഷൻ എടുക്കുക. അടുത്തത് കസ്റ്റം ട്രേ വിത്ത് വിൻഡോ എന്ന് പറയുമ്പം ഇത് ഫ്ലാബി ടിഷ്യൂ ഉള്ള അല്ലെങ്കിൽ ഡിസ്പ്ലേസബിൾ ടിഷ്യൂ ഉള്ള കേസസിലായിരിക്കും ഉപയോഗിക്കുക. മിക്കവാറും ആൻറ്റീരിയർ റിഡ്ജുകളാണ് അങ്ങനെ ഫ്ലാബി ആയിട്ടുണ്ടെങ്കിലാണ് വിൻഡോ ടെക്നിക്ക് യൂസ് ചെയ്ത് ഇംപ്രഷൻ എടുക്കുക. ഡിപ്പെൻഡിങ് ഓൺ ദ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഹോൾസ് ആണെങ്കിൽ പെർഫറേറ്റഡ് ഉണ്ട്, നോൺ പെർഫറേറ്റഡ് ഉണ്ട്. അതുപോലെ ഡിപ്പെൻഡിങ് ഓൺ വെദർ ദേ ആർ മെൻ ഫോർ ഡെൻറ്റേറ്റ് ഓർ ഇഡൻറ്റേറ്റ് ഇൻഡിവിജ്വൽസ് നോക്കുകയാണെങ്കിൽ ഡെഞ്ചുലസ് ഉണ്ട്, ഇഡഞ്ചുലസ് ഉണ്ട്, കോമ്പിനേഷൻ ട്രേസും ഉണ്ട്. ബോക്സിംഗ് ഇംപ്രഷൻസ് ആൻഡ് മേക്കിംഗ് കാസ്റ്റ് 2 മെത്തേഡാണുള്ളത് ബീഡിങ് ആൻഡ് ബോക്സിംഗ് ചെയ്യാൻ. പ്യൂമിസ് ആൻഡ് പ്ലാസ്റ്റർ മെത്തേഡും ഉണ്ട്. ബീഡ് ആൻഡ് ബോക്സ് വിത്ത് വാക്സ് റോഡ്സ് ആൻഡ് ഷീറ്റ് സ്ട്രിപ്സും ഉണ്ട്. അതിൽ പ്ലാസ്റ്റർ ആൻഡ് പ്യൂമിസ് മെത്തേഡ് നോക്കുകയാണെങ്കിൽ അതിൽ 1:1 കോമ്പിനേഷനിലാണ് പ്ലാസ്റ്ററും പ്യൂമിസും എടുക്കുക. അത് മിക്സ് ചെയ്ത് അതിലേക്ക് ഇംപ്രഷൻ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇംപ്രഷനിൽ തന്നെ പെരിഫറിയിൽ ഒരു 3 mm താഴെയായിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. എന്നിട്ട് അതിൽ ആ മിക്സിലേക്ക് ഈ ഇംപ്രഷൻ നമ്മൾ താഴ്ത്തി വെക്കുക. ആ 3 mm ലൈൻ വരുന്നത് വരെ ഇമേഴ്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആ കാണുന്ന സർഫസ് എന്തെങ്കിലും ഒരു സ്പാച്ചുല പോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ച് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് സെറ്റായതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നമുക്ക് വേണ്ടുന്ന ഷേപ്പിലേക്ക് ട്രിം ചെയ്യുക. അതായത് ഈ
ലാൻഡ് ഏരിയ 4 to 6 mm ആണ് ഐഡിയലായിട്ട് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യൂർ ചെയ്യുന്ന ഫ്ലാസ്കിൽ ചെയ്യാം. ഫ്ലാസ്കിൻ്റെ ബേസിൽ ഇങ്ങനെ പ്ലാസ്റ്റർ മിക്സ് പോർ ചെയ്തിട്ട് ഇംപ്രഷൻ വെക്കുക. എന്നിട്ട് കൗണ്ടർ പോർഷൻ വെച്ച് അതിലേക്ക് ഡെൻ്റൽ സ്റ്റോൺ ഒഴിച്ച് സെറ്റാക്കി നമുക്ക് എടുക്കാവുന്നതാണ്. അടുത്തത് അതല്ല എങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ട്രിം ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വാക്സ് ഷീറ്റ് അഡാപ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഡെൻ്റൽ സ്റ്റോൺ ഒഴിക്കാം. ഈ ഡെൻ്റൽ സ്റ്റോൺ പോർ ചെയ്യുന്നതിന് മുന്നേ ലാൻഡ് ഏരിയ ഫുൾ വാസലിൻ വെച്ച് ഒരു കോട്ട് ചെയ്തിട്ട് വേണം പോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് തങ്ങളിൽ സെറ്റായി പോകും. അടുത്തത് ബീഡ് ആൻഡ് ബോക്സ് വിത്ത് വാക്സ് റോഡ്സ് ആൻഡ് ഷീറ്റ് സ്ട്രിപ്സ് നോക്കാം. സെയിം ആയിട്ട് തന്നെ പെരിഫറിയിൽ നിന്ന് 3 mm താഴെയായിട്ട് ഒരു മാർക്ക് ചെയ്യുക. അതിലേക്ക് സ്റ്റിക്കി വാക്സ് അപ്ലൈ ചെയ്യുക. ആ സ്റ്റിക്കി വാക്സ് അപ്ലൈ ചെയ്തിടത്തേക്ക് ബീഡിങ് വാക്സ് വെക്കുക. എന്നിട്ട് ഈ ബീഡിങ് വാക്സ് ആണ് ഇതിൽ ലാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുക. അത് കറക്റ്റായിട്ട് അഡാപ്റ്റ് ചെയ്തതിന് ശേഷം ബോക്സിങ്ങിന് വേണ്ടിയിട്ട് ബോക്സിങ് വാക്സ് വെച്ച് അഡാപ്റ്റ് ചെയ്യുക. എന്നിട്ട് നന്നായി സീൽ ചെയ്യുക സ്പാച്ചുല യൂസ് ചെയ്ത്. ലീക്കിംഗ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡെൻ്റൽ സ്റ്റോൺ പോർ ചെയ്യാം. എന്നിട്ട് കാസ്റ്റ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറോളം സ്റ്റോൺ സെറ്റാവാൻ സമയം കൊടുക്കുക. അതിനുശേഷം ഈ ബോക്സ് ചെയ്ത് വച്ചേക്കുന്ന ഈ വാക്സ് ഒക്കെ റിമൂവ് ചെയ്തതിന് കഴിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ടാൽ മതിയാവും. അപ്പോൾ ആ ബോർഡർ മോൾഡിങ്ങിൻ്റെ ആ സീല് ഇളകി വരും. അങ്ങനെ കാസ്റ്റ് റിമൂവ് ചെയ്യും. ആ ഫൈനലായിട്ട് കിട്ടുന്ന കാസ്റ്റിന് ഒരു 1/2 inch തിക്നെസ് എങ്കിലും വേണം. അതുപോലെ ലാൻഡ് ഏരിയ 4 to 6 mm വേണം. മാസ്റ്റർ കാസ്റ്റിൽ പെരിഫറൽ റോള് 2 to 3 mm വേണം. ഒന്നുകൂടെ മെഷർമെൻറ്റ്സ് ഒക്കെ പറയുകയാണ്. ഡെപ്ത് ഓഫ് ദ പെരിഫറൽ റോള് 2 to 3 mm ആണ്. ലാൻഡ് ഏരിയ 4 to 6 mm ആണ് വേണ്ടത്. അതുപോലെ ബേസിൻ്റെ ഹൈറ്റ് 15 to 20 mm തിക്നെസ് ആണ് വേണ്ടത്. താങ്ക് യു.